നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററും ചുക്ലി MTM വാഫി കോളേജ് വിദ്യാർത്ഥി സംഘടനയും ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തദാന ക്യാമ്പ് നടത്തി. ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററും ചുക്ലി MTM വാഫി കോളേജ് വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി രക്തദാന ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഒരു 20ഓളം തവണ രക്തദാനം ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. രക്തദാനത്തെ കുറിച്ച് വളരെ കൃത്യതയോടുകൂടി ഈ സമൂഹത്തിനകത്ത് ബോധവൽക്കരണവും ആ ദാനം ചെയ്തത് വഴി നമുക്ക് ഒരു നഷ്ടവുമില്ല എന്നും ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമാകുന്ന രീതിയിൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ രക്തത്തിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രക്തം ഈ നിലയിൽ ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആർക്കെല്ലാമാണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യം കൂടി നമ്മൾ അത് സംബന്ധിച്ചൊരു പഠനം നടത്തുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് വിദ്യാർത്ഥി സംഘടനകളിലും യുവജന രംഗത്തെല്ലാം പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു വിഷയമാണ് രക്തദാനം മഹാദാനം എന്ന മഹത്തരമായ വചനം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്തദാനം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുത്ത് നടത്തിയ പ്രവർത്തനം ഞങ്ങളുടെ എല്ലാം അനുഭവത്തിലുണ്ട്. CP അബ്ദുൾ റസാഖ് വാഫി അധ്യക്ഷത വഹിച്ചു. അതിൽ പങ്കെടുക്കാനുമാണ് നാം ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ജീവൻ സംരക്ഷിച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെയും ജീവൻ സംരക്ഷിച്ചതുപോലെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും ജീവൻ നൽകിയ പുണ്യമാണ് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകും ഖൈറൻ അൻ യൻഫഅ അഖാഹു ഫല്യഫഅൽ മൻ ഇസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫല്യഫഅൽ. ഒരാൾ തന്റെ സഹോദരന് വല്ല ഉപകാരവും ചെയ്യാൻ പറ്റുമെങ്കിൽ അതവൻ ചെയ്യട്ടെ എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പറയുകയുണ്ടായി. അസ്ലാം മെഡിനോവ ക്യാമ്പ് വിശദീകരണം നടത്തി. ആവശ്യപ്പെടട്ടെ. കാരണം ഇന്ന് നമുക്ക് ആവശ്യത്തിന് 50% മാത്രമേ 50-55% മാത്രമേ നമ്മുടെ മലബാർ കേസത്തിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാമ്പുകളിൽ ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ മലബാർ കേസത്തിൽ ബ്ലഡ് ബാങ്കിൽ മുന്നോട്ട് പോകുള്ളൂ. നേരത്തെ സാനുകൂടെ സൂചിപ്പിച്ചതുപോലെ പണ്ട് കാലങ്ങളിൽ യുവജന സംഘടനയായ DYFI ഒക്കെ ബന്ധപ്പെട്ട് അത്യാവശ്യം ഓരോരുത്തർ പോയി കൊടുക്കാൻ. എന്നാൽ ഇന്ന് മലബാർ ക്യാൻസർ സെന്റർ പോലെയുള്ള സ്ഥാപനങ്ങൾ, വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ തലശ്ശേരി വരുന്നതോടുകൂടി ഈ ആവശ്യങ്ങൾ വർദ്ധിച്ചു. പ്രത്യേകിച്ച് മലബാർ ക്യാൻസർ സെന്റർ കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് രോഗി വരുന്ന ഒരു സ്ഥാപനം. അവിടുത്തെ പരിശോധന സംബന്ധമായി നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. ഈ ഒരു അവസരം എന്തായാലും അതിന് യോജിച്ചതെല്ലാം എനിക്കറിയാം. എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നു. സെയ്ദലവി മാസ്റ്റർ തച്ചിലങ്ങാട്, PK റഫീഖ്, ഷാനിത്ത് വാഫി, റിയാസ് മാഹി, ഡോക്ടർ ആദർശ്, മിസ് റോജിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് K. നൌഫൽ മൗലവി സ്വാഗതവും അസ്അദ് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് പാനൂർ.